ദൈവം അനുഗ്രഹത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും ഒരു ഉടമ്പടിയായിട്ട് സ്ഥാപിച്ച ദിവസമാണ് സാബത്ത്. സാബത്തിനെ യേശുക്രിസ്തു അസാധുവാക്കുകയല്ല, മറിച്ച് കരുണയുടെ, ഉദാരതയുടെ, സ്നേഹത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ ഒരു ദിവസമായി കർത്താവായ യേശുക്രിസ്തു സാബത്തിനെ മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കടന്ന ആ മണിക്കൂറുകൾ ആരാധന, വാസ്തവത്തിൽ അതേ ആരാധന ആഴ്ചയിൽ ഒരു ദിവസം ആരാധിച്ചാൽ നിങ്ങൾ ഒരിക്കലും എണ്ണ പറ്റിയ വിളക്കായി ഒരിക്കൽ പോലും നിങ്ങൾ ആവുമായിരുന്നില്ല. എന്ന് മാത്രമല്ല, എപ്പോഴും ആത്മാവിൽ നിറഞ്ഞ, എപ്പോഴും ആത്മാവിൽ സന്തോഷിക്കുന്ന, നിങ്ങൾ കരുതരുത് നിങ്ങളോട് സംസാരിക്കുന്ന എനിക്ക് ജീവിതത്തിൻ്റെ മറ്റു ഉത്തരവാദിത്വങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നീ എപ്പോഴും എന്നെ പ്രാർത്ഥിച്ച് നടന്നാൽ മതി. പക്ഷെ ഞാൻ പറയും, ഇവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യരും, നിങ്ങളുടെ എല്ലാവരുടെയും ആയുസ് ഇനി മുമ്പോട്ടുള്ളത് അത്രയും വർഷങ്ങൾ അങ്ങോട്ടേക്ക് കൂട്ടിയാൽ ഉള്ളതിനേക്കാൾ വലിയ ഉത്തരവാദിത്വം, അത്ര ഉത്തരവാദിത്വത്തിലാണ് കർത്താവിൻ്റെ ദാസനും ഞാൻ നിൽക്കുന്നത്. ഞാനിന്ന് ആരാധനയിൽ എൻ്റെ ഉള്ളിൽ വന്നത്, എല്ലാ ആഴ്ചയിലും സ്വർഗീസന് ആരാധിക്കാൻ കഴിഞ്ഞാൽ ഈ അഗ്നി എത്രയോ ശക്തമായി ലോകരാജ്യങ്ങളിൽ ചലിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ ആ സ്റ്റേജിൽ നിങ്ങളോടുകൂടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഞാൻ അനുഗ്രഹിച്ചപ്പോൾ ഞാൻ അനുഗ്രഹിച്ചത്, കർത്താവിൻ്റെ ആലയത്തിൻ്റെ അവസാനിക്കുന്ന പണികൾ ഏറ്റവും വേഗതയിൽ പൂർത്തിയാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ആഴ്ചയിലും അവിടെ ദൈവത്തിൻ്റെ വചന ശുശ്രൂഷകൾ ഉണ്ടാകണം. അതൊരു ജീവൻ്റെ ഒരു ഉറവയായിട്ട് അത് മാറണം. ലോകരാജ്യങ്ങൾക്ക് സമൃദ്ധമായി കുടിക്കുവാനുള്ള ജീവജലത്തിൻ്റെ ഒരു സ്രോതസ്സായിട്ട് ആ ഭവനം മാറണം. എൻ്റെ പ്രാർത്ഥന അതായിരുന്നു. ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. കർത്താവ് അത് വളരെ വേഗത്തിൽ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ധാരാളം സ്വപ്നങ്ങളുണ്ട്. ഇത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യമേ അല്ല. അങ്ങനെ ഒരു ചിന്ത പോലും എനിക്ക്, തോന്നൽ പോലും എന്നിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ വിവാഹം കഴിക്കുന്നു, മക്കളുണ്ടാകുന്നു, മക്കളെക്കുറിച്ചുള്ള പദ്ധതികൾ, അവരുടെ വിവാഹം, പിന്നെ നിങ്ങളുടെ ജീവിത ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞു. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. കുഞ്ഞുങ്ങൾ നമ്മൾ വളർന്നു വരുമ്പോൾ വലുതാകണം, നന്നായിട്ട് പഠിക്കണം, നല്ല ജോലി വേണം. നമുക്കെപ്പോഴും നമ്മുടെ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട്, ലോക ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് ധാരാളം സ്വപ്നങ്ങളുണ്ട്. ഞാൻ പറയും, ആത്മീയ ജീവിതത്തിലും നമുക്ക് അങ്ങനെ സ്വപ്നങ്ങൾ ഉണ്ടാകണം. ഹല്ലേലൂയ. ദൈവത്തോടു കൂടെ ആയിരിക്കുന്ന, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തോട് ചേർന്നിരിക്കുക. അങ്ങനെ നമുക്ക് നമ്മളെക്കുറിച്ച് നല്ല സ്വപ്നങ്ങൾ ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് അങ്ങയെ പ്രാർത്ഥിക്കാൻ, അങ്ങയുടെ കൂടെ ആയിരിക്കാൻ പറ്റിയെങ്കിൽ, എനിക്ക് വചനം കേൾക്കാൻ പറ്റിയെങ്കിൽ, എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചെങ്കിൽ ദൈവ വിചാരമാണ്. നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടുകൂടെ ആയിരിക്കട്ടെ. എനിക്ക് 3 വചനമാണ് നിങ്ങളോട് പറയുവാനുണ്ടായിരുന്നത്. അതൊരു ഒരു മണിക്കൂർ സമയത്തേക്ക് 3 വചനം പങ്കുവയ്ക്കുവാനാണ് ഞാൻ വന്നത്. എന്നാൽ ആ 3 വചനത്തെ ഈ 10 മിനിറ്റിൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിക്ഷേപിക്കട്ടെ. ആ വചനം അഗ്നിയും ശക്തിയും ജീവനുമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 26 മുതലുള്ള വചനം. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായൊരു പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഇന്ന് പരിശുദ്ധ മാതാവിൻ്റെ ജനന തിരുനാളിന് മുന്നോടിയായിട്ടുള്ള 8 നോയമ്പിൻ്റെ 1-ാമത്തെ ദിവസമാണ്. ലോകം മുഴുവനും തന്നെ പരിശുദ്ധ അമ്മയെ പ്രതി ഏറ്റവും ഭക്തിയോടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ, ലോകരാജ്യങ്ങൾ നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ് 8 നോയമ്പ്.
അല്ലെങ്കിൽ സെപ്റ്റംബർ 8 പരിശുദ്ധ മറിയത്തിൻ്റെ ജനന തിരുനാൾ. പരിശുദ്ധ മറിയത്തിൻ്റെ ജനന തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. നിങ്ങൾ ഒരുങ്ങുകയല്ലേ? അതെ. പരിശുദ്ധ മറിയത്തിൻ്റെ ജനന തിരുനാളിന് ഒരുങ്ങുമ്പോൾ ഇന്ന് സ്പ്രണീസിനോട് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഒരമ്മ തൻ്റെ കുഞ്ഞിന് വേണ്ട വിധം, തൻ്റെ കുഞ്ഞിന് ആവശ്യമുള്ളത് ശാരീരിക ശുദ്ധിയെ സംബന്ധിച്ചും ആന്തരിക ശുദ്ധിയെ സംബന്ധിച്ചും ഭൗതിക ജീവിതത്തെ സംബന്ധിച്ചും സാമ്പത്തിക സാഹചര്യങ്ങളെ സംബന്ധിച്ചും അമ്മമാർക്ക് മക്കളുടെ മേലുള്ള കരുതലും ചിന്തയും ലോകത്തിലും മറ്റാർക്കും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ 8 ദിവസങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കുറവുകളെയും ദൂരീകരിക്കുവാൻ ഓരോ ദിവസവും നിങ്ങൾ പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിക്കണം. 1-ാം ദിവസമാണ്. നമുക്ക് പരിശുദ്ധ അമ്മയോട് പറയാം, എന്നെ ആന്തരികമായി എല്ലാ പാപത്തിൽ നിന്നും എന്നെ ആന്തരികമായും ബാഹ്യമായും ശുദ്ധീകരിക്കണമേ. പാപമില്ലാത്ത ഈശോ ദേവാലയത്തിൽ വെച്ച് 12 വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് ഈശോയെ 3 ദിവസം കാണാതെ പോയത് ദൈവത്തിൻ്റെ പുത്രനാണ്. അതുകൊണ്ട് ദൂതന്മാർ തിരിച്ചു കൊണ്ടുവരും എന്ന് വിചാരിച്ച് പരിശുദ്ധ മറിയം കാത്തു നിന്നില്ല. മറിച്ച് യൂസഫിനോട് ചേർന്ന് പരിശുദ്ധ മറിയം അന്വേഷിച്ചു പോവുകയാണ്. നഷ്ടപ്പെട്ടു പോയ തൻ്റെ പുത്രൻ, ദൈവത്തിൻ്റെ പുത്രൻ 3-ാം ദിവസം ദേവാലയത്തിൽ കണ്ടെത്തുകയാണ്. നമുക്ക് ഇന്ന് പരിശുദ്ധ അമ്മയോട് പറയാം, എവിടെയെല്ലാം ഞാൻ ഈശോയ്ക്ക്, വചനത്തിന്, വിശുദ്ധ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ, പരിശുദ്ധാത്മാവിൽ എവിടെയെല്ലാം ഞാൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, എവിടെയെല്ലാം ഞാൻ വീണു പോയിട്ടുണ്ടോ, എവിടെയെല്ലാം ഞാൻ മലിനനായിട്ടുണ്ടോ, എവിടെയെല്ലാം ഞാൻ അശുദ്ധനായിട്ടുണ്ടോ, അവിടെയെല്ലാം എന്നെ അന്വേഷിച്ച് തേടി കണ്ടുപിടിച്ച് ഈശോയിലേക്ക് എന്നെ തിരികെ കൊണ്ടുവരണമേ മാതാവേ. ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ് മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ നമ്മളുടെ വചനം കേൾക്കുകയാണ്. ലൂക്ക 1:28. ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ടപ്പോൾ അവൾ വളരെ അസ്വസ്ഥയായി. വാസ്തവത്തിൽ ആ വചനം അസ്വസ്ഥപ്പെടാനുള്ള ഒന്നും അതിനകത്ത് ഇല്ല. വായിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഉണ്ടോ? വചനം എന്താണ്? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ദൂതൻ മറിയത്തിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. അടുത്ത വചനം പറയുന്നു, ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. നമ്മളുടെ അടുത്ത് വന്ന് ഒരാൾ പറയുകയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ നിനക്ക് നന്മയുണ്ടാകട്ടെ എന്നോ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞവനെ, ദൈവം നിൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ മറിയത്തെക്കുറിച്ച് വചനം പറയണ, അഭിവാദന സ്വരം കേട്ടപ്പോൾ മറിയം തൻ്റെ ഹൃദയത്തിൽ അസ്വസ്ഥയായി. വാസ്തവത്തിൽ പരിശുദ്ധ മറിയത്തെ ദൂതൻ അഭിസംബോധന ചെയ്ത വാക്യം, വചനം, ഒരു ഗ്രീക്ക് വേർഡ് ഖരീതോ എന്നാണ്. ടു മേക്ക് ഗ്രേസ്ഫുൾ, കൃപ വർഷിക്കുക, അനുഗ്രഹം കൊടുക്കുവാൻ, കൃപ കൊടുക്കുവാൻ യോഗ്യയായവളെ, എല്ലാ അനുഗ്രഹങ്ങളുടെയും പൂർണ്ണതയായി അനുഗ്രഹങ്ങളും കൃപകളും വർഷിക്കുവാൻ യോഗ്യയായവളെ, ദൈവം നിന്നോടുകൂടെ എന്നാണ് ദൈവത്തിൻ്റെ ദൂതൻ പരിശുദ്ധ മറിയത്തെ അഭിസംബോധന ചെയ്തത്. ആ ഗ്രീക്ക് വേർഡിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം ഇതാണ്, ടു മേക്ക് ഗ്രേസ്ഫുൾ, അനുഗ്രഹം വർഷിക്കുവാൻ, കൃപ കൊടുക്കുവാൻ, കൃപാവരങ്ങൾ വർഷിക്കുവാൻ പരിശുദ്ധ മറിയത്തോളം യോഗ്യയായ മറ്റൊരു സൃഷ്ടിയില്ല. നമ്മൾ പരിശുദ്ധ മറിയം നമ്മുടെ അമ്മയാണ്. പരിശുദ്ധ മറിയം പ്രവാചകരുടെ രാജ്ഞിയാണ്. ആരുടെ അടുത്തേക്ക് വചനം വന്നുവോ, ആര് ഹൃദയം തുറന്ന് വചനം സ്വീകരിച്ചുവോ അവർ ദൈവങ്ങൾ എന്ന് വിളിച്ചുവെന്നാണ്. വചനം ഹൃദയം തുറന്ന് സ്വീകരിക്കുവാൻ കഴിഞ്ഞാൽ മറ്റൊരു ക്രിസ്തുവായി മാറി. കാരണം വചനത്തിലൂടെ നമ്മൾ വഹിക്കുന്നത്, നമ്മൾ ധരിക്കുന്നത് മറ്റൊരു ക്രിസ്തുവിനെയാണ്. പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. മാംസം ധരിക്കപ്പെട്ട വചനം യേശുക്രിസ്തുവാണ്.
അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വചനം നമ്മുടെ ഹൃദയത്തിലും അധരത്തിലും ഉണ്ടെങ്കിൽ ആരുടെ ശക്തിയാണ് നമ്മുടെ മേലുള്ളത്? യേശുവിൻ്റെ ശക്തി. കാരണം മാംസം ധരിക്കപ്പെട്ട വചനമാണ് യേശു ക്രിസ്തു. അപ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെതായിരുന്നിട്ടും യേശുവിനെ അറിഞ്ഞിട്ടും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളിൽ വചനം വേണ്ടത്ര ബലം പുറപ്പെടുവിക്കാത്തത്? അതല്ലെങ്കിൽ വചനം നിന്റെ ജീവിതത്തിൽ വേണ്ടത്ര ബലം പുറപ്പെടുവിക്കുന്നുണ്ടോ? കഴിഞ്ഞ അങ്കമാലി ധ്യാനത്തിൽ കോഴിക്കോടോ കണ്ണൂരോ വയനാടോ ഈ ഭാഗത്തു നിന്നൊരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം എങ്ങനെയായിരുന്നു? അദ്ദേഹം സ്പിരിറ്റ് അഭിഷേകം സ്വീകരിച്ചതിന് ശേഷം ദൈവം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിച്ചു. അദ്ദേഹം പറയുകയാണ്, ആ സാക്ഷ്യം പറയുകയാണ്, തൻ്റെ കൃഷിഭൂമിയിൽ അദ്ദേഹം ദൈവത്തിൻ്റെ വചനം പറയും. നമ്മൾ വർഷങ്ങളായിട്ട് ഇത് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നലെയും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടോം ബ്രദർ അത് പറഞ്ഞു, സൃഷ്ട വസ്തുക്കളോട്, സൃഷ്ടപ്രപഞ്ചത്തോട് വചനം പ്രസംഗിക്കുക. 1997 പരസ്യമായി ആരംഭിച്ച സൃഷ്ട വസ്തുക്കളോടുള്ള വചന പ്രഘോഷണം. അതേ അഭിഷേകമാണ് ഞാനും നിങ്ങളും സ്വീകരിച്ചിരിക്കുന്നത്. നിർജീവമായതിനെ ജീവൻ കൊടുക്കുവാൻ, ഇല്ലായ്മയിൽ നിന്നും ശൂന്യതയിൽ നിന്നും പുതിയതൊന്ന് സൃഷ്ടിക്കുവാൻ, അനുഗ്രഹത്തിൻ്റെയും ജീവൻ്റെയും ഉറവകൾ ഒഴുക്കുവാൻ ശക്തവും സജീവവും സനാതനവുമായ വചനം കൊണ്ട് വീണ്ടും ജനിച്ച്, വചനം കൊണ്ട് കറകളും മാലിന്യങ്ങളും തുടച്ചു മാറ്റപ്പെട്ട്, വചനത്തിൻ്റെ അധികാരം സ്വീകരിച്ച്, വചനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി സ്വീകരിച്ച പുതിയതിനെ നിർമ്മിക്കുവാൻ തക്കവണ്ണം അധരത്തിലെ വാക്കുകൾക്ക് ജീവന്റെ അധികാരം ഉണ്ടായിരിക്കേണ്ട ദൈവത്തിൻ്റെ വിശുദ്ധരായൊരു ജനം. എന്നെ കേൾക്കുന്ന നിങ്ങളെ ഞാൻ അപ്രകാരം പരിചയപ്പെടുത്താൻ, അപ്രകാരം അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങൾ വീണ്ടും ജനിച്ചതാണ്. എങ്ങനെയാണ് വീണ്ടും ജനിച്ചത്? സജീവവും സനാതനവുമായ ജീവവചസ്സിൽ നിന്ന് ജീവനുള്ള വീണ്ടും ജനിച്ചത് എങ്ങനെയാണ്? ജീവനുള്ള വചനത്തിൽ നിന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ മേൽ വചനത്തിൻ്റെ അപ്രമാദിത്യമുണ്ട്, അധികാരമുണ്ട്, ആധിപത്യമുണ്ട്. നിങ്ങൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ രഹസ്യം അതാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ അനുസരിക്കുന്ന, നിങ്ങളുടെ ഹൃദയത്തിൽ ശേഖരിക്കുന്ന വചനത്തിൻ്റെ അപ്രമാദിത്യം, ആ വചനത്തിൻ്റെ അധികാരത്തിന് എതിര് വരുവാൻ മറ്റൊരു ശക്തിക്കോ മറ്റൊരു അധികാരത്തിനോ മറ്റു വ്യക്തികൾക്കോ സാധിക്കുകയില്ല. അതാണ് വചനത്തിൻ്റെ അപ്രമാദിത്യം. ആ വചനത്തെ അസാധുവാക്കുവാൻ, ആ വചനത്തിൻ്റെ പ്രവൃത്തികളെ തടുക്കുവാൻ, ആ വചനത്തിൻ്റെ ചെയ്തികളെ മാറ്റിമറിക്കുവാൻ, ചലിപ്പിക്കുവാൻ മറ്റൊന്നിനും സാധിക്കുകയില്ല. അത് വചനത്തിൻ്റെ അപ്രമാദിത്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വചനത്തിൻ്റെ അപ്രമാദിത്യമുള്ള ഒരു സമൂഹത്തിലാണ് നിങ്ങൾ അംഗമായിരിക്കുന്നത്. അങ്ങനെ ഒരു അഭിഷേകത്തെയാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. വചനത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശരിയായ അറിവുണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പരിശുദ്ധ മറിയം ലോകത്തോട് പറഞ്ഞ ഒരേ ഒരു വാക്ക്, മറിയത്തെ ദൂതൻ അഭിസംബോധന ചെയ്യുകയാണ്, ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് നിറഞ്ഞ് ലോകത്തെ അനുഗ്രഹിക്കുവാൻ യോഗ്യയായവളെ, കർത്താവ് നിന്നോട് കൂടെ. ആ അഭിസംബോധന കേട്ടപ്പോൾ ദൂതൻ്റെ അധരത്തിലെ വചനം കേട്ടപ്പോൾ മറിയം അസ്വസ്ഥയായവൾ ചിന്തിച്ചു, എന്താണ് സംഭവിക്കാൻ പോവുക, എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി. ദൂതൻ പറഞ്ഞ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വർഗത്തിലെ പിതാവിൽ നിന്ന് നേരിട്ടിറങ്ങി വന്ന അത്യുന്നതന്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തി നേരിട്ട് ആവസിച്ച പരിശുദ്ധ മറിയം ഈ ലോകത്തിലെ സകല തലമുറകളോടും പറഞ്ഞ ഒരേ ഒരു വചനം അവൻ പറയുന്നത് പോലെ ചെയ്യും. കാനായിലെ വിവാഹ വിരുന്നില് പരിശുദ്ധ മറിയം പരിചാരകരോട് പറയുകയാണ്, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. അപ്പോൾ നമുക്കൊരൊറ്റ വിളി, മറിയം തന്ന ഒരൊറ്റ വിളിയാണ്. മറിയത്തെ വീണ്ടും തിരിച്ചറിയണം. മാംസം ധരിക്കപ്പെട്ട വചനമാണ് കർത്താവ് യേശു ക്രിസ്തു. ആ വചനത്തെ ഹൃദയത്തിലും ജീവിതത്തിലും സ്വീകരിച്ച്
ദൈവപുത്രന് ജന്മം കൊടുത്തവളാണ് പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ മറിയത്തിൽ പാപമില്ല, പരിശുദ്ധ മറിയത്തിൽ മലിനതയില്ല, അശുദ്ധിയില്ല. ലോകത്തിൻ്റെ മാലിന്യമേക്കാത്ത ദൈവപുത്രനൊഴികെ ലോകത്തിൻ്റെ മാലിന്യമേക്കാത്ത ദൈവത്തിൻ്റെ സൃഷ്ടി. ആ മറിയത്തിൻ്റെ മേൽ ആത്മാവിൻ്റെ ശക്തി ഇറങ്ങി വന്നു. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും. പിതാവായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വലിയ അധികാരം പരിശുദ്ധ മറിയത്തിൻ്റെ മേൽ ഇറങ്ങി വന്നു. ആ മറിയത്തോട് ദൂതൻ പറയുകയാണ്, ഈ ലോകം മുഴുവനെയും അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നരാക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ സമൃദ്ധമായവളെ, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സമൃദ്ധിയായവളെ. അത്രമാത്രം അനുഗ്രഹത്തിൻ്റെ ഒരു ഭണ്ഡാരമായിരുന്നിട്ടും പരിശുദ്ധ മറിയം ഒരൊറ്റ വാക്ക് മാത്രമാണ് ലോകത്തെ അനുഗ്രഹിക്കുവാൻ, ലോകത്തെ നന്മകൾ കൊണ്ട് നിറയ്ക്കുവാൻ, ലോകത്തെ സമ്പന്നരാക്കുവാൻ, തൻ്റെ അടുത്ത് വരുന്ന ഏതു പാപിക്കും വിടുതലും സമാധാനവും കൊടുക്കുവാൻ പരിശുദ്ധ മറിയം പറഞ്ഞ ഒരേ ഒരു വാക്ക്, അവൻ പറഞ്ഞതുപോലെ ചെയ്യും. അവൻ പറഞ്ഞതുപോലെ ചെയ്യുവേ. പ്രിയമുള്ളവരെ, നിങ്ങളെ സംബന്ധിച്ച് അനുഗ്രഹത്തിൻ്റെ തൊട്ടു മുമ്പിൽ, ആ അനുഗ്രഹത്തിൻ്റെ കവാടത്തിൻ്റെ തൊട്ടു മുമ്പിൽ നിങ്ങളിൽ പലരെയും സംബന്ധിച്ച് ആ അനുഗ്രഹത്തിൻ്റെ കവാടത്തിൻ്റെ തൊട്ടു മുമ്പിൽ എവിടെയാണ് അനുഗ്രഹം? എന്നെ ആരനുഗ്രഹിക്കും? എങ്ങനെ എൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുമെന്ന് അനുഗ്രഹത്തിൻ്റെ തൊട്ട് സമീപത്ത് കണ്ണടച്ചു നിൽക്കുന്ന ഞാൻ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഞാൻ നൽകുകയാണ്. കാരണം എല്ലാ അനുഗ്രഹത്തിൻ്റെയും പൂർത്തീകരണം, എല്ലാ അനുഗ്രഹത്തിൻ്റെയും തുറവി ദൈവത്തിൻ്റെ വചനത്തിലാണ്. നമ്മൾ കേട്ടെടുത്തോളം വചനം ഈ തലമുറയിൽ ആര് കേട്ടു? നമ്മൾ സ്വീകരിച്ചിടത്തോളം വചനത്തിൻ്റെ ശക്തി ഈ തലമുറയിൽ ആര് സ്വീകരിച്ചു? ദൈവം നമ്മളെ പഠിപ്പിച്ച സ്വർഗരാജ്യ രഹസ്യങ്ങൾ, വചനത്തിലൂടെ നമ്മൾ അറിഞ്ഞ വചനത്തിൻ്റെ അധികാരം, യേശുനാമത്തിൻ്റെ അധികാരം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. പ്രിയമുള്ളവരെ, നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്ന് അനുഗ്രഹത്തിലും നന്മയിലും ജീവനിലും സമൃദ്ധിയുള്ളവരായി ജീവിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. കർത്താവായ ദൈവം തൻ്റെ സൃഷ്ടിയുടെ ആരംഭം മുതൽ, ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം വചനത്തിലൂടെയാണ്. പിതാവായ ദൈവത്തിൽ എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ട വചനങ്ങളാണ് ദൈവം നേരിട്ട് സംസാരിച്ചതോ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തിയതോ പ്രവാചകന്മാർ വഴി സംസാരിച്ചതോ ആയ വാക്കുകളെ നമ്മൾ ദൈവത്തിൻ്റെ വചനമായിട്ട് വിശ്വസിക്കുകയാണ്. നമുക്ക് വചനം ലഭിച്ചവരാണ്. നിങ്ങൾക്ക് വചനം ലഭിച്ചുവോ? വചനം ലഭിച്ചു. നമ്മൾ സ്വീകരിച്ച വചനത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ തലമുറകളുമായി നമ്മൾ ജീവിതത്തെ നോക്കിയാൽ കഴിഞ്ഞ തലമുറകൾ വചനം കിട്ടി, ആ വചനം അനുസരിച്ചവരെല്ലാം അനുഗ്രഹീതരായി. കർത്താവായ ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, നിന്നെ ഞാൻ അനേക ജനതകളുടെ പിതാവാക്കും. ആ വചനം അബ്രാഹം വിശ്വസിച്ചു. ആ വിശ്വാസം അബ്രാഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്തു. അബ്രാഹം ഒരു വലിയ ദേശത്തിന് അവകാശിയായിട്ട് മാറി. ഒരൊറ്റ വചനമാണ് വിശ്വസിച്ചത്. ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ചു. ഉണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ച് മരുഭൂമിയിലൂടെ ദൈവത്തെ പിൻപറ്റുകയാണ്. നീണ്ട വർഷങ്ങൾ യാത്ര ചെയ്ത് ദൈവത്തിൻ്റെ വഴികളിലൂടെ നടന്നു. ദൈവം അബ്രാഹത്തെ അനുഗ്രഹിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നനാക്കി മാറ്റി. അവൻ വിശ്വസിച്ച ഒരു വചനം ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹത്തിനും അബ്രാഹത്തെ യോഗ്യനാക്കി. അബ്രാഹത്തിൻ്റെ പുത്രൻ ഇസ്ഹാക്ക് അവൻ്റെ എല്ലാ അനുഗ്രഹത്തിനും പാത്രമായി തീർന്നു. ദൈവത്താൽ വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടു. യാക്കോബ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ദൈവത്തോട് പിടിച്ചു നേടുകയാണ്, ബലം പിടിച്ച് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. ജോസഫ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയാണ്. ജോസഫിന് സ്വപ്നങ്ങളുണ്ടായി. ആ സ്വപ്നം അവൻ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചു. അവനത് വിശ്വസിച്ചു, അവനെക്കുറിച്ച് ധ്യാനിച്ചു. ആ സ്വപ്നങ്ങൾ നിറവേറുവാൻ തൻ്റെ ജീവിതത്തെ തനിക്ക് മുൻപിൽ വെളിപ്പെട്ട് തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ നിറവേറ്റുവാൻ കാരാഗ്രഹത്തിനും അടിമത്തത്തിനും ഇരുമ്പ് ചങ്ങലകൾക്കും ജോസഫ് സ്വയം കീഴ്വഴങ്ങി. അവൻ ഈജിപ്തിൻ്റെ 2ാം ഭരണാധികാരിയായി മാറി. സിംഹാസനത്തിൽ ഒഴികെ ഫറവോയ്ക്ക് സമനായിട്ട് മാറി. എല്ലാ ലോകരാജ്യങ്ങളും ക്ഷാമത്തിൽപ്പെട്ടപ്പോൾ ജോസഫ് ലോകം മുഴുവനും ഭക്ഷ്യപദാർത്ഥങ്ങൾ അളവില്ലാതെ അളന്നുകൊടുത്തു. ദൈവത്തിൻ്റെ സമൃദ്ധി അതാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം അതാണ്. അളക്കുവാൻ പറ്റാത്ത
വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന, തലമുറകളിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരൊറ്റ വചനം അബ്രഹാം വിശ്വസിച്ചു. അവൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം അവകാശിയായി മാറി. അവൻ്റെ പുത്രന്മാര് തങ്ങളുടെ പിതാവിൻ്റെ ദൈവത്തെ പിൻപറ്റി. ദൈവം 3 പുരുഷന്മാരുടെ നാമത്തിൽ അറിയപ്പെട്ടു. അബ്രാഹത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്ന് തന്നെ പരിചയപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം അവർക്ക് പ്രിയപ്പെട്ടവനായി മാറി. അതേ വചനമാണ്, അതേ വചനം. പക്ഷെ നമുക്കവിടെ കുറച്ചുകൂടെ ശ്രേഷ്ഠതയുണ്ട്. നമുക്ക് പിതാവായ ദൈവത്തിന് നമുക്കുമിടയിൽ യേശുക്രിസ്തുവിൻ്റെ രക്തമുണ്ട്. എല്ലാ പാപത്തിനും പരിഹാരമായി നസറായ യേശു കൽവരി കുരിശിൽ അർപ്പിച്ച പാപപരിഹാര ബലിയിൽ ഒഴുകി വീണ യേശുവിൻ്റെ രക്തം, അവൻ്റെ രക്തം നിമിത്തം, യേശുവിൻ്റെ രക്തം നിമിത്തം നമുക്ക് പിതാവിനെ സമീപിക്കുവാൻ ആത്മധൈര്യം, പ്രത്യാശയും കൈവരുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ ബലിയിലൂടെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ശാപത്തിൻ്റെയും നിയമങ്ങളെ തകർത്ത് കളഞ്ഞുകൊണ്ട് സജീവവും സനാതനവുമായ വചനത്തിൻ്റെ അധികാരം പരിശുദ്ധാത്മാവിലൂടെ ദൈവം പകർന്നു തന്ന വിശ്വസ്തരായ ഒരു സമൂഹമാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തെ തിരിച്ചറിയണം. നിങ്ങൾ എന്തിനെയാണ് സ്വീകരിച്ചത്? നിങ്ങൾ സ്വീകരിച്ച വചനം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഇല്ലായ്മകൾക്കും പരിഹാരമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യത്തിനും മതിയായതാണ്. ഒരൊറ്റ നിയമമേ ഉള്ളൂ. കർത്താവായ ദൈവം സ്ഥാപിച്ച ഒരേ ഒരു നിയമം. ദൈവം നമ്മുടെ കർത്താവായി മാറിക്കഴിഞ്ഞാൽ, ദൈവം നമ്മളെ പോറ്റണമെങ്കിൽ, നമ്മളെ പരിപാലിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യമാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. എന്താണ്? വചനമുണ്ടാകണം. വചനം. ഒന്നാമത്തെ കൽപ്പന അതാണ്. ദൈവത്തിൻ്റെ വചനം നമ്മളിൽ ഉണ്ടാകണം. കർത്താവ് ജോഷുവയോട് പറയുകയാണ്, ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 5 മുതലുള്ള വചനം. നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. വചനം നേറ്റു പറഞ്ഞേ, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഒരു പാപത്തിനും, ഒരു അശുദ്ധിക്കും, ഒരു ലോകത്തിനും, ഒരു മനുഷ്യർക്കും, ഈ ലോകത്തിൻ്റെ ഒരു കാഴ്ചയ്ക്കും കേൾവിക്കും നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ, നിന്നെ പാപം ചെയ്യിപ്പിക്കാൻ, നിന്നെ നശിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷെ അതിന് നിന്നിലൊരു തീരുമാനം ഉണ്ടാകണം. മേലിൽ ഞാൻ കർത്താവിനുള്ളവനായിരിക്കും. മേലിൽ ഞാൻ പാപം ചെയ്യുകയില്ല. പാപത്തെ സംബന്ധിച്ച് ഞാൻ മരിച്ചവനാണ്. കാരണം യേശു എൻ്റെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി പാപ പരിഹാര ബലിയായി മാറി. അവൻ്റെ മുറിവുകളാൽ, അവൻ്റെ ക്ഷതങ്ങളാൽ, നിങ്ങളുടെ ശരീരത്തിലെ പിതാക്കന്മാരിലൂടെ എത്ര വലിയ പാപത്തിൻ്റെ ആധിപത്യം കടന്നു വന്നിട്ടുണ്ടെങ്കിലും അവിടെ നിനക്ക് വിടുതലുണ്ട്, അവിടെ നിനക്ക് ജയമുണ്ട്, പാപത്തിൻ്റെ മേൽ നിനക്ക് അധികാരമുണ്ട്. കർത്താവിൻ്റെ വചനം, ആ വചനം നൽകുന്ന അധികാരം നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ഒരു പാപത്തിനും, ഒരു പിശാചിനും, ഒരു തിന്മയ്ക്കും തോൽപ്പിക്കാൻ പറ്റാത്ത അധികാരമാണ് പരിശുദ്ധാത്മാവിലൂടെ വചനം നമ്മൾക്ക് നൽകുന്നത്. വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 6-ാം വചനം, ഒരിക്കലും നിന്നെ കൈവിടുകയില്ല, ശക്തനും ധീരനുമായിരിക്കുക. ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശം ഇവർക്ക് അവകാശമായി വീതിച്ചു കൊടുക്കേണ്ടത് നീയാണ്. 7-ാം വചനം, എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക. ഇവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ന്യായപ്രമാണ ഗ്രന്ഥം നിങ്ങളുടെ അധരത്തിലുണ്ടായിരിക്കണം. അതിലെഴുതിയിരിക്കുന്നത് പാലിക്കാൻ ശ്രദ്ധിക്കണം.
പറഞ്ഞേ. രാവും പകലും നീ അതിനെക്കുറിച്ച് ധ്യാനിക്കണം. നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ കേൾക്കുന്ന വചനം, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. ആരുടെ വചനമാണത്? ആരുടെ വാക്കാണത്? ആരാണ് അങ്ങനെ പറഞ്ഞത്? യേശുക്രിസ്തുവാണ്. നമ്മളതനുസരിക്കാറുണ്ടോ? ന്യായപ്രമാണ ഗ്രന്ഥം. എനിക്ക് ഒരൊറ്റ വചനമാണ് നിങ്ങളോട് പറയുവാനുള്ളത്. ഒരൊറ്റ പ്രബോധനം, ഒരൊറ്റ പ്രഘോഷണം. വചനം അനുസരിച്ച്, വചനത്തിൻ്റെ വാഹകപാത്രങ്ങളായി, വചനത്തിൽ ശക്തി കണ്ടെത്തി, വചനം ഭക്ഷിച്ച്, വചനം കൊണ്ട് ലോകത്തിൻ്റെ എല്ലാ നന്മയ്ക്കും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹത്തിനും പാത്രമായി തീരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ തൊട്ടടുത്തുണ്ട്. കാരണം ധാരാളമായ പ്രാർത്ഥന നിങ്ങൾക്കുണ്ട്, വിശ്വസ്തത നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ വിശ്വസ്തതയ്ക്ക്, നിങ്ങളുടെ സമർപ്പണത്തിന് ആണ് ഇന്നിവിടെ ഇത്രയും ദൈവത്തിൻ്റെ ശക്തി ഇവിടെ ഇറങ്ങി വന്നത്. അതുകൊണ്ടാണ് ഒരു ധ്യാനമൊക്കെ കഴിഞ്ഞ് ഏറ്റവും അവസാനം ഇറങ്ങി വരുന്നതിൻ്റെ എത്രയോ മടങ്ങ് അധികമാണ് ദൈവശക്തി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു എന്നതിലല്ല, ആ വരുന്ന അഭിഷേകത്തിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ കരുത്ത്, അത് വളരെ വലുതായിരുന്നു ഇന്നിവിടെ ഇറങ്ങി വന്നത്. ഒരൊറ്റ കുറവാണ്, ഒരൊറ്റ തടസ്സം, വചനത്തിൻ്റെ വലിയ കുറവ്. അവിടെ നമുക്ക് എൻ്റെ ഹൃദയത്തിന് ഒരു ജാഗ്രത ഉണ്ടാകണം. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 46-ാം വചനം, ഞാനിന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ. എന്തെന്നാൽ അത് നിസ്സാരമായ കാര്യമല്ല, നിങ്ങളുടെ ജീവനാണിത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആരായിട്ട് മാറണം? സുവിശേഷം കൊടുക്കുന്നവരായിട്ട് മാറണം. സ്വന്തം സന്തതികൾക്കെങ്കിലും, സ്വന്തം ഭവനത്തിലെങ്കിലും അതിനെ എന്ത് നമ്മളിൽ ഉണ്ടായിരിക്കണം? ഓരോന്നും ശ്രദ്ധാപൂർവം പാലിക്കുവാൻ അത് നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഹൃദയത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ വായിക്കണം, നമ്മൾ ധ്യാനിക്കണം, നമ്മൾ പഠിക്കണം. ഞാൻ പറയുന്ന വചനം നിങ്ങൾക്ക് ഭക്ഷണമാകട്ടെ. നിയമാവർത്തനം 30-ാം അധ്യായം 10 മുതലുള്ള വചനം, ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുന്നതിനായി നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേൾക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ നേർക്ക് തിരിയുകയും ചെയ്യുമെങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ. അനുഗ്രഹത്തെയും ശാപത്തെയും കുറിച്ചാണ് പശ്ചാത്താപവും പുനരുദ്ധാരണവും എന്ന് നിയമാവർത്തനം 30-ലെ വചനം പറയുന്നത്. നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുന്നതിനായി നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേൾക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ നേർക്ക് തിരിയുകയും ചെയ്യുമെങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ. എന്ത് സംഭവിക്കൂ? വചനപ്രകാരമുള്ള വാഗ്ദാനങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പന, നിയമാവർത്തനം 30:11, ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന, ഏറ്റുപറഞ്ഞേ, നിയമാവർത്തനം 30:11, ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പന നിന്റെ ശക്തിക്ക് അതീതമോ അപ്രാപ്യമാം വിധം വിദൂരസ്ഥമോ അല്ല. നാം അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് വേണ്ടി ആര് സ്വർഗത്തിലേക്ക് കയറി ചെന്ന് അത് കൊണ്ടുവന്ന് തരും എന്ന് നീ പറയാൻ അത് സ്വർഗത്തിലല്ല. ഇത് കേട്ട് പ്രവർത്തിക്കാൻ ആര് കടലിനക്കരെ പോയി അത് നമുക്ക് കൊണ്ടുവന്ന് തരും എന്ന് പറയാൻ അത് കടലിനക്കരെയുമല്ല. വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിന്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്, അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയമാവർത്തനം 30:11, ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പന നിന്റെ ശക്തിക്ക് അതീതമോ അപ്രാപ്യമാം വിധം വിദൂരസ്ഥമോ അല്ല.
കാരണം നമ്മൾ ആദ്യമേ ചിന്തിച്ചു നമ്മളെപ്പോലെ ഇത്രത്തോളം വചനം കിട്ടിയ മറ്റുള്ളവർ ഈ തലമുറയിൽ ഉണ്ടാകുമോ? അത്രത്തോളം ദൈവരാജ്യ രഹസ്യങ്ങൾ വചനത്തിലൂടെ അറിഞ്ഞ് അനുഭവിച്ച് പഠിച്ച ആളുകളാണ് നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമായി നമുക്ക് വേണ്ടി ആര് സ്വർഗത്തിലേക്ക് കയറി ചെന്ന് അത് കൊണ്ടുവന്ന് തരുമെന്ന് നീ പറയാൻ അത് സ്വർഗത്തിലല്ല. ഇത് കേട്ട് പ്രവർത്തിക്കാൻ ആര് കടലിനക്കരെ പോയി അത് കൊണ്ടുവന്ന് തരുമെന്ന് പറയുവാൻ അത് കടലിനക്കരയുമല്ല. വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിന്റെ ഹൃദയത്തിലും അധരത്തിലുമുണ്ട്, അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും. ഇത് ഇന്ന് ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. എന്നാൽ ഇവയൊന്നും കേൾക്കാതെ നിന്റെ ഹൃദയം വ്യതിചലിക്കുകയും നിങ്ങളല്ലോ അന്യദേവന്മാരെ ആരാധിക്കുന്നതിനും അവരെ സേവിക്കുന്നതിനുമായി വശീകരിക്കപ്പെടുകയും ചെയ്താൽ നീ തീർച്ചയായും നശിപ്പിക്കപ്പെടുമെന്നാണ് വചനം. അടുത്ത 19-ാം വചനം, ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുൻപിൽ വച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തെയും ഭൂമിയെയും ഞാനിന്ന് നിനക്കെതിരായി സാക്ഷിയാക്കുന്നു. നീയും നിന്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കുക. നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്കുകേട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക. നിനക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കും. നിന്റെ പിതാക്കന്മാരായ അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത ദേശത്ത് നീ വസിക്കുകയും ചെയ്യും. നമ്മൾ ആ ദേശത്ത് അല്ലെങ്കിൽ പോലും നമ്മൾ ദൈവം അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് ശപഥം ചെയ്ത അനുഗ്രഹത്തിന് ഈ വചനം വഴി യേശുക്രിസ്തുവിലൂടെ അനുഗ്രഹത്തിന് യോഗ്യരായി മാറും, അവകാശികളായി മാറുകയാണ്. അപ്പോൾ വചനമെന്ന അനർഗളമായ ആ സമ്പത്ത്, വചനമെന്ന വലിയ നിധി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. വ്യക്തിപരമായ പ്രാർത്ഥന, വചനം വായിക്കുക, വചനം ശേഖരിക്കുക, വചനം ധ്യാനിക്കുക. അതിലുള്ള നിങ്ങളുടെ കുറവ്, പ്രാർത്ഥനയിലും വചനത്തിലുമുള്ള നിങ്ങളുടെ കുറവ്, ആ വലിയ ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കണം. പ്രാർത്ഥനയില്ലായ്മയിൽ നിന്ന്, നിങ്ങൾ ആ പൊടിയിൽ നിന്ന്, ചാരത്തിൽ നിന്ന് എഴുന്നേറ്റു വരണം. നിങ്ങൾ തയ്യാറാണോ? പ്രാർത്ഥിക്കാൻ സമയമില്ലെന്ന് ഇനി ഒരു ദിവസം പോലും പറയാൻ നിന്റെ നാവിന് ഇടവരാതിരിക്കട്ടെ. അങ്ങനെ ചിന്തിക്കാൻ നിനക്ക് അവസരം നീ കൊടുക്കരുത്. കാരണം സമയം നമ്മുടെ സ്വന്തമാണ്. പ്രാർത്ഥിക്കാൻ ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ ധാരാളമായിട്ട് സമയം ഉണ്ടാകും. പ്രാർത്ഥനയില്ലായ്മയുടെ എല്ലാ നുഖങ്ങളും നിങ്ങളിൽ തകർന്നു വീഴട്ടെ. പ്രാർത്ഥനയില്ലായ്മയുടെ ഉറക്കത്തിൽ നിന്ന് നിനക്ക് ഉണർവുണ്ടാകട്ടെ. നിന്റെ കണ്ണ് കണ്ട, കാത് കേട്ട, വചനം വാഗ്ദാനം ചെയ്ത നന്മയും അനുഗ്രഹവും പ്രാർത്ഥനയിലൂടെ, വചനത്തിലൂടെ നേടിയെടുക്കുവാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ, നിന്നെ ശക്തനും പ്രാപ്തനുമാക്കട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വാഗ്ദാനം ചെയ്യുന്ന വലിയ അനുഗ്രഹങ്ങൾ, 5 അനുഗ്രഹങ്ങൾ. ഒന്ന്, ദൈവത്തിൻ്റെ അനുഗ്രഹം. വചനം അനുസരിക്കുന്നവന് ദൈവം നൽകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും, ആത്മീയ, ഭൗതിക, സാമ്പത്തിക അനുഗ്രഹങ്ങൾ, എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും. 2, വചനം അനുസരിക്കുന്നവൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ശക്തി. 3, വചനം അനുസരിക്കുന്നവൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ അധികാരം. 4, വചനം അനുസരിക്കുന്നവരുടെ മേലുള്ള ദൈവത്തിൻ്റെ സമ്പത്ത്. 5, വചനം അനുസരിക്കുന്നവരുടെ മേലുള്ള ദൈവത്തിൻ്റെ ജീവൻ. ഈ 5 അനുഗ്രഹങ്ങൾക്ക് ദൈവമായ കർത്താവ് നിങ്ങളെ പ്രാപ്തരാക്കട്ടെ. നിയമപ്രകാരം ഞാൻ 5 അനുഗ്രഹങ്ങൾ. 1, വചനം അനുസരിക്കുന്ന, വചനം വിശ്വസിക്കുന്ന, വചനം പാലിക്കുന്നവരുടെ മേൽ കടന്നു വരുമെന്ന് നിയമഗ്രന്ഥത്തിൽ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും. ഹല്ലേലൂയ. 2, ശക്തി, വചനത്തിൻ്റെ ശക്തി. ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും വചനം വഴിയാണ് അവിടുന്ന് നിറവേറ്റുന്നത്. എല്ലാം വചനം വഴി അവിടുന്ന് പൂർത്തിയാക്കുകയാണ്. എല്ലാം വചനം വഴി, കർത്താവ് വചനം വഴിയാണ് എല്ലാം പൂർത്തിയാക്കുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 24 മുതലുള്ള വചനം. സൃഷ്ടാവായ അവിടുത്തെ സേവിക്കുന്ന സൃഷ്ടി
25 കർത്താവേ, അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല, അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ വെളിപ്പെടുത്തി. അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുൻപുണർന്ന് പുലർകാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു. എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് വചനം വ്യക്തമായി പറയുകയാണ്. എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ഉണർന്ന് പുലർകാലത്തിൽ, അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചു ഉണരുന്ന സമയത്ത് നമ്മൾ ഉണർന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ കർത്താവിൽ ആശ്രയിക്കുന്നവരെ പോറ്റുന്ന വിവിധ ധാന്യവിളകളല്ല, ദൈവത്തിൻ്റെ വചനം നിങ്ങളെ പോറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിലൂടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിൽ ഉണ്ടാകും. 2 വചനത്തിൻ്റെ ശക്തിയാണ്. വചനത്തിൻ്റെ ശക്തി. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19-ാമത്തെ വചനം, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഭൂമിയിൽ നീ കെട്ടുന്നതെല്ലാം എല്ലാം കെട്ടപ്പെട്ടിരിക്കും. നിനക്കെതിരെ ശത്രു പ്രബലനാകുകയില്ല. നാശങ്ങളും ദുരിതങ്ങളും നിന്നെ നശിപ്പിക്കുകയില്ല. അതിനെ ബന്ധിക്കുവാനുള്ള അധികാരം വചനത്തിലൂടെ നിന്റെ മേലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കും. നമ്മുടെ പിതാക്കന്മാര് എത്ര വലിയ പാപത്തിലെ ശാപഗ്രസ്തരാണോ, നിന്റെ വചന അനുസരണത്തിലൂടെ നീ വിശ്വസിക്കുന്ന, നീ അനുസരിക്കുന്ന, നീ പാലിക്കുന്ന, നീ കാത്തു സൂക്ഷിക്കുന്ന വചനത്തിൻ്റെ അധികാരത്തില് പിതാക്കന്മാരുടെ അതിക്രമങ്ങൾ എത്ര വലുതാണെങ്കിലും ദൈവാനുഗ്രഹത്തിൻ്റെ സ്രോതസ്സുകളെ സ്വർഗത്തിൽ തുറക്കുവാൻ വചനം നിന്റെ മേല് അധികാരവും ശക്തിയുമായി മാറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിൻ്റെ അധികാരം, വചനത്തിൻ്റെ അധികാരം. അടുത്തതാണ് വചനത്തിൻ്റെ ശക്തി. 3-ാമത്തെ തലമാണ് വചനത്തിൻ്റെ അധികാരം. നീ കർത്താവിൻ്റെതായിരിക്കും, കർത്താവിൻ്റെതായിരിക്കും. ദൈവത്താൽ അനുഗ്രഹീതനെന്ന് അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ജീവൻ്റെയും വഴികൾ നിങ്ങളിലേക്ക് ഒഴുകിക്കഴിഞ്ഞാൽ, വചനം നിങ്ങളിലുണ്ടെങ്കിൽ, വചനത്തിൻ്റെ അധികാരം നിങ്ങളിലുണ്ടെങ്കിൽ, പിന്നീട് ഒരിക്കലും അവൻ പരാജയപ്പെടുകയില്ല. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു വചനം കേട്ടു വീണും മുടന്തും എഴുന്നേറ്റ് നടക്കുന്നവർ, നഷ്ടപ്പെട്ടു പോകുന്നവരാണെങ്കിൽ ഞാൻ പറയും, വചനത്തിലേക്ക് തിരികെ വരണം. വചനമെന്ന സംരക്ഷണമില്ലാതെ നമ്മൾ ഒരു ദിവസം ആരംഭിക്കരുത്. നമ്മുടെ ഭവനത്തിൻ്റെ പുറത്ത് പോകരുത്, രാത്രിയിൽ ഉറങ്ങരുത്. വചനത്തിൻ്റെ ശക്തിയേറിയ സംരക്ഷണത്തിന് നമ്മളെ സദാ സംരക്ഷണത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. അടുത്തതാണ് വചനമനുസരിക്കുന്നവരുടെ മേലുള്ള സമ്പത്ത്. ആത്മീയ സമ്പത്താകുന്ന പരിശുദ്ധാത്മാവ്, ഭൗതിക സമ്പത്ത് വചനം അനുസരിക്കുന്നവരുടെ മേൽ ഉണ്ടാവുക തന്നെ ചെയ്യും. കാരണം വചനം, നിങ്ങൾ ഇങ്ങനെ ഈ വചനം അനുസരിച്ചാൽ നിന്റെ ഭൂമിയിൽ നീ അനുഗ്രഹീതനായിരിക്കും, വയലിൽ അനുഗ്രഹീതനായിരിക്കും, നിന്റെ വ്യവഹാരങ്ങളിൽ അനുഗ്രഹീതനായിരിക്കും, ആട്ടിൻപറ്റം അനുഗ്രഹമായിരിക്കും, കൃഷി അനുഗ്രഹമായിരിക്കും, നാണ്യവിളകൾ അനുഗ്രഹമായിരിക്കും, ആകാശത്തിൻ്റെ നന്മകളും ഭൂമിയുടെ സമൃദ്ധിയും നിനക്കുണ്ടാകും. വചനമാണ്, മാറ്റമില്ലാത്ത വചനം. ഹല്ലേലൂയ. ആ വചനത്തിൻ്റെ അനുഗ്രഹത്തിന് നമ്മൾ അവകാശികളാണ്. ആ അവകാശം പ്രാപിക്കുവാൻ നമ്മൾ വചനം അനുസരിക്കണം, വചനം പഠിക്കണം, വചനം ധ്യാനിക്കണം, വചനത്തെ നമ്മൾ ഹൃദയത്തിൽ ശേഖരിച്ചു വെക്കണം. അടുത്തതാണ് വചനം നൽകുന്ന ജീവൻ. നിത്യജീവനാണ് വിശ്വഗ്രന്ഥം നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം. നിത്യജീവനാണ്. ആ നിത്യജീവനോടൊപ്പം തന്നെ വചനം നമ്മുടെ ആത്മാവിന് ജീവനാണ്, നമ്മുടെ അസ്ഥികൾക്ക് ബലമാണ്, നമ്മുടെ ഹൃദയത്തിന് കരുത്താണ്. അപ്പോൾ ചുരുക്കമായി, മാംസം ധരിക്കപ്പെട്ട വചനമായ യേശു ക്രിസ്തു, ആ ക്രിസ്തുവിൻ്റെ ഓരോ വചനങ്ങളും നമ്മുടെ ജീവിതത്തെ, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ ചിന്തകളെ, വ്യക്തിബന്ധങ്ങളെ, കുടുംബത്തെ, സമ്പത്തിനെ, ഭൂമിയെ, വ്യവഹാരങ്ങളെ, കന്നുകാലികളെ, വരുമാന മാർഗങ്ങളെ, ബിസിനസ്സിനെ എല്ലാം വചനം പരിപാലിക്കട്ടെ.
വചനം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വചനം നിങ്ങളെ വർദ്ധിപ്പിക്കട്ടെ. വചനം നിങ്ങളെ നിലനിർത്തട്ടെ. വചനം നിങ്ങളിൽ അഗ്നിയാകട്ടെ. വചനം നിങ്ങളെ ശക്തിയാകട്ടെ. വചനം നിനക്ക് അധികാരമാകട്ടെ. വചനം നിനക്ക് സമ്പത്താകട്ടെ. വചനം നിനക്ക് മഹത്വമായി തീരട്ടെ. അപ്പോൾ വചനത്തെ ജീവനായ, നമ്മുടെ ജീവനായ വചനം, മോശ പറഞ്ഞ വചനം, അത് എൻ്റെ ജീവനാണ്. തൊട്ടു മുമ്പ് കേട്ട വചനം നിയമാവർത്തനം 32, നിന്റെ സന്തതികൾക്ക് പകർന്നു കൊടുക്കുവാൻ ഈ വചനം നിന്റെ ഹൃദയത്തിൽ സദാ ഉണ്ടായിരിക്കട്ടെ, കാരണം അത് നിന്റെ ജീവനാണ്. അപ്പോൾ നമ്മുടെ ജീവനായ വചനം, ആ വചനത്തിലേക്ക് ഹൃദയം ഉയർത്താൻ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അവിടുത്തോട് പറയാം, കർത്താവ് ഇതാ ഈ വചനത്തിന് വേണ്ടി ഞാൻ എന്നെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തെ, എൻ്റെ ഹൃദയത്തെ ഞാൻ സമർപ്പിക്കുന്നു. കഴിഞ്ഞു പോയ നാളുകളിൽ, വർഷങ്ങളിൽ, ദിവസങ്ങളിൽ, മണിക്കൂറുകളിൽ എവിടെയെല്ലാം വചനത്തിൻ്റെ ശക്തിയില്ലാതെ എവിടെയെല്ലാം തളർന്നു വീണുവോ അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിങ്ങളെ ബലപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ അധികാരം, ജ്ഞാനത്തിൻ്റെ മഹത്വം നിങ്ങളിൽ ഇറങ്ങി വന്ന് വലിയ മഹത്വത്തിൻ്റെ ഒരു വലിയ ആരംഭം, തേജസ്സിൻ്റെ ശുശ്രൂഷയുടെ ഒരു ആരംഭം, അനുഗ്രഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ആരംഭം നിങ്ങളിൽ തുടങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വചനത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് വലതുകരം നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ച്, കർത്താവെ, അങ്ങയുടെ വചനം, അഗ്നിയായ വചനം ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ച് നമ്മുടെ ഹൃദയത്തിലുള്ളത് അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ജീവൻ നൽകുന്ന വചനം, സൗഖ്യപ്പെടുത്തുന്ന വചനം, നമുക്ക് വേണ്ടി രൂപാന്തരപ്പെടുന്ന വചനം, ഓരോ സൃഷ്ടിയുടെയും ആഗ്രഹത്തിനൊത്ത് രൂപാന്തരപ്പെടുത്തുന്ന വചനം, സൃഷ്ടിയുടെ ആവശ്യത്തിനൊത്ത് രൂപാന്തരപ്പെടുന്ന വചനം, നിന്റെ ജീവിതത്തിൻ്റെ ആവശ്യത്തിനൊത്ത് വചനം പ്രവർത്തിക്കുവാൻ ആരംഭിക്കട്ടെ. വചനം അത്ഭുതങ്ങൾ ചെയ്യട്ടെ. നിന്റെ കുടുംബത്തിൻ്റെ ആവശ്യത്തിനൊത്ത് വചനം നിങ്ങളിൽ ചലിക്കട്ടെ. വചനം നിങ്ങളിൽ പ്രവർത്തിക്കട്ടെ. വചനം നിങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തട്ടെ. വചനം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വചനം നിങ്ങളെ പടുത്തുയർത്തട്ടെ. വചനത്തിന് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒന്നാം സ്ഥാനം കൊടുക്കും എന്ന ചിന്തയോടെ, തീരുമാനത്തോടെ വചനത്തിന് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവമേ, ആരാധന, ആരാധന, സ്തോത്രം. ഗ്ലോറി, ആരാധന, ഗ്ലോറി, ആരാധന, സ്തോത്രം. കല്ലുകൾക്കിടയിലും മുള്ളുകൾക്കിടയിലും വഴിയോരങ്ങളിലുമല്ല, വെട്ടി ഒരുക്കപ്പെട്ട, ഉഴുതു മറയ്ക്കപ്പെട്ട നല്ല നിലമാകും നിങ്ങളുടെ ഹൃദയത്തിൽ വചനം 100 മേനി ബലമുള്ളതായി തീരട്ടെ. നിങ്ങൾ കേട്ട വചനങ്ങളെല്ലാം നിങ്ങളുടെ ഓർമ്മയിൽ കടന്നു വരട്ടെ. ഇതെല്ലാം നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. നിങ്ങൾക്ക് ജീവനായി മാറട്ടെ. ജീവനായ വചനം അത് നമ്മുടെ ഹൃദയത്തിൽ ഒരു മുദ്രയായി തീരട്ടെ. ചേർന്ന് പ്രാർത്ഥിക്കാം. വചനമേ എന്നെ നയിച്ചാൽ, വചനമേ എന്നെ അധികാരപ്പെടുത്തിയാലും, വചനമേ എന്നെ അഗ്നിയാക്കിയാലും, വചനമേ എന്നെ ശക്തിയാക്കിയാലും, വചനമേ എന്നെ അനുഗ്രഹിച്ചാലും, നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കാലുകുത്തുന്ന മണ്ണിൽ വചനത്തിൻ്റെ അധികാരം സ്ഥാപിക്കപ്പെടട്ടെ. നീ കടന്നു ചെല്ലുന്ന ഭവനത്ത് വചനത്തിൻ്റെ അപ്രമാദിത്യം, അധികാരം സ്ഥാപിക്കപ്പെടട്ടെ. ദൈവകൃപ നിറഞ്ഞ് മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങേ തിരുവുദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹീതനാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം കനിഞ്ഞ് അവിടുത്തെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങളെ നയിച്ച്, വചനം നിങ്ങൾക്ക് ആത്മാവിന് ജീവനും ഹൃദയത്തിന് സന്തോഷവും ശരീരത്തിന് ഭക്ഷണവുമായി തീരട്ടെ. വചനം വായിക്കുവാനുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. അത് നിങ്ങളുടെ ഓർമ്മയിൽ ശേഖരിക്കുവാൻ നിങ്ങളുടെ ഓർമ്മകൾ വിശുദ്ധമായി തീരട്ടെ. ചിന്ത വിശുദ്ധമാകട്ടെ. ഹൃദയം വിശുദ്ധമാകട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങേ തിരുവുദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹീതനാകുന്നു. വചനം ലഭിക്കാതെ കടന്നുപോയ എല്ലാ തലമുറകളും പരിശുദ്ധ മറിയം വഴി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകട്ടെ. വചനം കിട്ടാത്ത എല്ലാ തലമുറകളെയും സമർപ്പിച്ചുകൊണ്ട് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ് മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങേ തിരുവുദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹീതനാകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിച്ചു കഴിഞ്ഞു, കാരണം എനിക്ക് വചനം ലഭിച്ചു. ഹല്ലേലൂയ. എൻ്റെ എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു, കാരണം എനിക്ക് വചനം ലഭിച്ചു. ഹല്ലേലൂയ. എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു, കാരണം എനിക്ക് എൻ്റെ സമ്പത്ത് അനുഗ്രഹിക്കപ്പെട്ടു, കാരണം എനിക്ക് എൻ്റെ ശരീരം പുഷ്ടിയുള്ളതായി തീർന്നു, കാരണം എനിക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം തൻ്റെ എല്ലാ ശക്തിയോടും അധികാരത്തോടും കൂടെ നിങ്ങളിൽ, ഞങ്ങളുടെ ജീവിതത്തിലും ഭവനത്തിലും വ്യക്തിബന്ധങ്ങളിലും വ്യവഹാരങ്ങളിലും ചലിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഷൈജു. ഞാൻ എൻ്റെ മകൾക്ക് കിട്ടിയ ഒരു അത്ഭുത സൗഖ്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ആഗസ്റ്റ് 8-ാം തീയതി അവൾക്ക് ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ തന്നെ വയറുവേദനയായി, വിട്ടുമാറാത്ത പനിയും ചുമയും. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു യൂറിൻ ഇൻഫെക്ഷനാണ്, അത് മരുന്ന് കഴിച്ചാൽ മാറിക്കോളുമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. പനി വിടുന്നില്ല, വയറുവേദന മാറി. എന്നാൽ പിന്നെ വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ആൻറ്റിബയോട്ടിക് എഴുതി ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരുന്നു. പനി മാറുന്നേയില്ല. അങ്ങനെ അവസാനം ചേലോട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെയും 3-4 ദിവസം കടന്നെങ്കിലും പനി മാറുന്നില്ല. അവസാനം അവളെ കോഴിക്കോടേക്ക് മാറ്റി ഷിഫ്റ്റ് ചെയ്തു. ബേബി മെമ്മോറിയലിലാണ് അഡ്മിറ്റായത്. അവിടെ എത്തി അവർ സ്കാൻ ചെയ്തപ്പോൾ ആ സമയത്തേക്ക് വയറുവേദന വിട്ടു മാറിയിരുന്നു, പക്ഷേ വയറിങ്ങനെ വീർത്തേക്കുന്ന ഒരവസ്ഥയായിരുന്നു. അവിടെ വെച്ച് ഡോക്ടർ സ്കാൻ ചെയ്തു. അപ്പൻഡിക്സിൻ്റെ ആരംഭമുണ്ട്, വയറിലെല്ലാം ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല, വിശദമായ പരിശോധന നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ 1-2 CT സ്കാനും MRI എല്ലാം എടുത്തു നോക്കി. അവർ പറഞ്ഞു അപ്പൻഡിക്സ് ഉണ്ട്, നാളെ ഓപ്പറേഷൻ ചെയ്യണം. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തിങ്കളാഴ്ചയായിരുന്നു. തിങ്കളാഴ്ച ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് ചെയ്യുന്നില്ല, ബുധനാഴ്ചത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ആകെ പേടിയായി. ടോം ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥന സഹായം മെസ്സേജ് ഇട്ടു. ടോം ബ്രദർ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ സ്കാനിങ്ങിലെ റിപ്പോർട്ട് പ്രകാരം ഫ്ലൂയിഡ് നിറഞ്ഞിട്ട് ആന്തരിക അവയവങ്ങളെല്ലാം ബാധിച്ചിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ചിലപ്പോൾ ഒരു മേജർ സർജറി തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആകെ ഭയമായി. ടോം ബ്രദറിനെ വിളിച്ച് ടോം ബ്രദർ പ്രാർത്ഥിച്ചു. അന്ന് രാത്രി, ചൊവ്വാഴ്ച രാത്രി ടോം ബ്രദറിനെ വിളിച്ച് ടോം ബ്രദർ പ്രാർത്ഥിച്ചു. ടോം ബ്രദർ നേരിട്ട് അവളോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ടോം ബ്രദർ പറഞ്ഞു ധൈര്യമായിരിക്കണം, നീ സുഖപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾക്ക് അത് വലിയൊരു ശക്തിയായി, ധൈര്യമായി. ഞങ്ങൾക്കൊക്കെ പേടിയാണെങ്കിലും അവൾ വലിയ സ്ട്രോങ് ആയി തന്നെ നിന്നു. ഡോക്ടർ പറഞ്ഞത് 1-2 ഓർഗൻസ് ചിലപ്പോൾ റിമൂവ് ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെ അതുകൊണ്ടാണ് സർജറി നീട്ടിവെച്ചത്. ഒരുപാട് ഡോക്ടർമാർ അവർ കാണിക്കുകയും പരിശോധിക്കുകയൊക്കെ ചെയ്തു. ടോം ബ്രദറിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം വലിയ ആശ്വാസം ലഭിച്ച അവൾക്ക്. ടോം ബ്രദർ പറഞ്ഞു നിന്നോടൊരു മാലാഖയുണ്ട്, ഒരിക്കലും ഭയപ്പെടരുത്, ഭയപ്പെടുന്നാൽ നമ്മൾ വിട്ടുപോകും, അതുകൊണ്ട് ഭയപ്പെടരുതേ ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെ കയറ്റി. ഒരു മേജർ സർജറിക്കുള്ള എല്ലാമായിട്ടാണ് അവർ ആരംഭിച്ചത്. പക്ഷേ ഞാനിങ്ങനെ പുറത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവി, ജ്ഞാനമായ മാതാവി, അങ്ങ് ഒരു മൂടൽ മഞ്ഞ് പോലെ ആവരണം ചെയ്യണമേ. ആ ഡോക്ടർമാരുടെ കൂടെ മാലാഹമാർ വന്ന് ഓപ്പറേഷൻ ചെയ്യാൻ എല്ലാം ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒരു 2 മണിക്കൂർ ശേഷം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ദൈവം നിൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് വലിയ ആശ്വാസമായി. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഒരു അത്ഭുതം സംഭവിക്കുകയായിരുന്നു. ഡോക്ടർമാർക്ക് തന്നെ ഒന്നും മനസ്സിലാകുന്നില്ല എന്താ സംഭവിച്ചതെന്ന്. ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഏത് ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത്? അപ്പോൾ ഒരു ജപമാല ഇങ്ങനെ നീട്ടി കാണിച്ചു. ഡോക്ടർ, മെയിൻ സർജൻ, ആ ജപമാല എടുത്ത് കൈ പിടിച്ചിട്ട് തിരിച്ചു തന്നു. അപ്പോൾ ദൈവം ചെയ്ത ഈ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുകയാണ്. ടോം ബ്രദറിൻ്റെ പ്രാർത്ഥനയിലൂടെ വലിയൊരു അത്ഭുതം സംഭവിച്ചു. അതൊരു സംസാര വിഷയമായി. അവിടെ കർത്താവ് വലിയ അത്ഭുതം ചെയ്തിരിക്കുന്നുവെന്ന്
ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. ഇപ്പം അവൾക്ക് ഒരു പ്രശ്നവുമില്ല, ഒന്നും റിമൂവ് ചെയ്യേണ്ടില്ല. ആകെ അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ മാത്രമാണ് നടന്നത്. വയറിലൊരു പഴുപ്പുകളായി വയറിങ്ങനെ നിറഞ്ഞിരിക്കുന്ന പഴുപ്പും ഇതുമായിരുന്നു. അതെല്ലാം റിമൂവ് ചെയ്തിപ്പോൾ വളരെ സുഖമായിരിക്കുന്നു. കഴിഞ്ഞ മിനിയാന്നോ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് എത്തി. ഇപ്പോൾ സുഖമായിരിക്കുന്നു. ദൈവത്തിന് നന്ദി, 1000 നന്ദി. എൻ്റെ പേര് ബാബു. എനിക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ ഇങ്ങനെ എലിയിലിവിടെ ഇങ്ങനെ ഒരു ഭയങ്കര വേദന വന്നിരുന്നു. അപ്പോൾ വടുവഞ്ചാലിലൊരു ക്ലിനിക്കിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് നോക്കിയിട്ട് പിന്നെ മൂത്രത്തിൽ കല്ലോ അങ്ങനെ കിഡ്നി സംബന്ധമായ എന്തോ പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്യാൻ അമ്പലവയൽ വരെയും പോയിട്ട് പിന്നെ എനിക്ക് തോന്നി സ്കാൻ ചെയ്യേണ്ടതാണ്. ഇന്നലെ ഇവിടെ വന്നിട്ട് നമ്മൾ വൈകുന്നേരത്തെ ജവമാല റാലിയിൽ പങ്കെടുത്ത് അവിടെ ചെന്നപ്പം ടോം ബ്രദർ പറഞ്ഞിരുന്നു അങ്ങനെ എന്താ കിഡ്നി സംബന്ധമായ എന്തോ രോഗം സൗഖ്യപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാനും വിശ്വസിച്ചു. എനിക്ക് അപ്പം ശേഷം പിന്നെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ദൈവത്തിന് വേണ്ടി പ്രൈസ് ലോർഡ്. ഞാനിവിടെ നിൽക്കുന്നത് ഒരു രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടല്ല. ഒരുപാട് രോഗങ്ങളുള്ളൊരു വ്യക്തിയാണ് ഞാൻ. 22 വർഷമായിട്ട് പ്രമേഹ രോഗത്തിന് മരുന്ന് കഴിക്കുന്നത്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ അനുഭവിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇന്നിവിടെ ഇറങ്ങി വന്ന അഭിഷേകം 2004 മുതൽ ഇന്ന് വരെ ഒരുപാട് ധ്യാനങ്ങളും ശുശ്രൂഷകളും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയും, ഞാൻ ഈ 20 വർഷത്തിനകം ഇതുപോലൊരു അഭിഷേകം അനുഭവിച്ചിട്ടില്ല. അത്ര വലിയ ഒരു അഭിഷേകമാണ് അത്. എൻ്റെ വ്യക്തിപരമായ എൻ്റെ രോഗസൗഖ്യത്തിൻ്റെ ഒരു മേഖലയിൽ ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒരു അഭിഷേകമല്ലത്. അതെന്തോ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അഭിഷേകമാണ്. വലിയ വലിയ കാര്യങ്ങൾ എനിക്കൊന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും, ഇടുക്കിയും വയനാടും മലമടക്കുകളുടെ ജില്ലയാണ്. കുന്നുകൾ ഇടുക്കിയിലേക്ക് ചെന്നാൽ വലിയ ഭീകരമായ കുന്നുകളാണ്. വയനാടും അതുപോലെ തന്നെ. ഈ അഭിഷേകത്തിൻ്റെ 2 കേന്ദ്രങ്ങൾ ഇങ്ങനെ കേരളത്തിൽ ദൈവം ഒരുക്കിയതുപോലെ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്. ഇന്ന് ഈ വയനാട് ജില്ലയിൽ, ഈ മലമടക്കുകളുടെ ജില്ലയിൽ അഭിഷേകത്തിൻ്റെ ഒരു കേന്ദ്രം, അതിവിടെ ഒന്നും കൂടി ഉറപ്പിക്കപ്പെട്ടതായിട്ടുള്ളൊരു ബോധ്യം. വലിയ കാര്യങ്ങൾ ഈ വയനാട് ജില്ലയിൽ നിന്ന് സംഭവിക്കുന്നു എന്നുള്ളൊരു ബോധ്യം, അതാണ് ഇപ്പോൾ എൻ്റെ ഉള്ളിലുള്ളത്. അതിനെപ്രതി ഞാൻ നന്ദി പറയുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ.